ഒരു ഫോട്ടോ മാത്രം മതി. അതിനിപ്പോ ഡ്രസ്സിന്റെ ആയാലും ഷൂവിന്റെ ആയാലും വാച്ചിന്റെ ആയാലും ഈ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ആനിമേഷൻ പോലെ പ്രോഡക്റ്റ് റിവ്യൂ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ക്യാമറ വേണ്ട, മോഡല് വേണ്ട, സ്റ്റുഡിയോ വേണ്ട, ഷൂട്ട് ചെയ്യണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് വീട്ടിലിരുന്ന് ഒരു മൊബൈൽ ഫോണിന്റെ സഹായത്തോടു കൂടി നമുക്കിത് ഫുള്ള് ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങനത്തെ വീഡിയോസ് ആണെങ്കിൽ ഇൻസ്റ്റയിലും FBയിലും യൂട്യൂബിലും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലക്ഷക്കണക്കിന് വ്യൂസും ആണ് കിട്ടുന്നത്. അപ്പൊ ഞാൻ ഈ പറയുന്നതിനെ കുറിച്ച് ഒരെത്തും പിടിയും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും വിഷമിക്കേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഹലോ, ഇപ്പൊ പലരും ക്യാമറ യൂസ് ചെയ്യുന്നതിന് പകരം, അതായത് സ്വന്തം ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ എടുക്കാൻ താല്പര്യം ഇല്ലാത്തവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? AI യൂസ് ചെയ്തിട്ട് പ്രോഡക്റ്റ് റിവ്യൂസ് ഉണ്ടാക്കി അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ എങ്ങനെ അപ്ലോഡ് ചെയ്യും എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഈ കാണിക്കുന്ന വീഡിയോസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇങ്ങനത്തെ വീഡിയോസ് നമുക്ക് സിംപ്ലി ഒരു ഫോണിന്റെ മാത്രം ഉപയോഗത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ മുഖം കാണിക്കേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട. സിമ്പിൾ ആയിട്ട് ഇങ്ങനത്തെ AI വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ മീഷോ എടുക്കുക. മീഷോ എടുത്തിട്ട് നമുക്ക് വേണ്ട പ്രോഡക്റ്റ് ചൂസ് ചെയ്യാന്നുള്ളതാണ്. അതിപ്പോ നിങ്ങൾക്ക് വേണ്ടത് ഇപ്പൊ ഡ്രസ്സിന്റെ ആയാലും ഷൂസ് ആയാലും വാച്ച് ആയാലും വാട്ട് എവർ, നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ആ ഒരു പ്രോഡക്റ്റ് എടുക്കുക. അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതായത് അതിന്റെ ഇമേജിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ ആദ്യമേ വെക്കുക. ഇപ്പൊ ഒരു പ്രോഡക്റ്റ് തന്നെ ഒന്നിലധികം ഫോട്ടോസ് ഉണ്ടെങ്കിൽ ആ ഒന്നിലധികം ഫോട്ടോസിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോട്ടോ. കാരണം ഇപ്പൊ AIക്ക് ഒരുപാട് ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അങ്ങനത്തെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഇനി നമ്മുടെ ഈ ഒരു AI വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡെഫിനറ്റ്ലി സേ യൂട്യൂബ് ക്രിയേറ്റ്. കാരണം ഇത് യൂട്യൂബിന്റെ തന്നെ ഒരു ആപ്പാണ്. ഇതുവഴി നമുക്ക് ഈസിലി വീഡിയോസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ആൻഡ് ഇതിൽ ഞാനിപ്പോൾ ഒരു പ്രോംപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ആ പ്രോംപ്റ്റ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ബാക്കി കാര്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഈ യൂട്യൂബ് ക്രിയേറ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള 2 വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. This dress is so comfortable and cute, you should definitely buy this. Very affordable and stylish. ഇപ്പൊ താഴെ കാണുന്ന ആ ഒരു സെലക്ടഡ് 3 ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട ഇമേജസ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റ് അതിൽ കൊണ്ടുപോയി കോപ്പി പേസ്റ്റ് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വേറെ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്കില്ല. ആ പ്രോംപ്റ്റ് കൊണ്ടുപോയി കോപ്പി പേസ്റ്റ് ചെയ്യുക. നിങ്ങൾ ജനറേറ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോ ജനറേറ്റ് ആയി കിട്ടും. അപ്പൊ തന്നെ നമ്മുടെ AI വീഡിയോ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇതിലും ഈസിലി ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാനായിട്ട് വേറെ ഒരു വഴിയില്ല. ഇത് തന്നെയാണ് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഈ വീഡിയോസ് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ അതിൽ കുറച്ച് അല്ലറ ചില്ലറ എഡിറ്റിങ്ങും കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു എഡിറ്റിംഗ്സ് ആയിരിക്കും, വലുതായിട്ടൊന്നുമില്ല. അതായത് നമ്മുടെ മീഷോന്റെ ലോഗോ കൊടുക്കുക, ഫ്ലിപ്കാർട്ടിന്റെ ലോഗോ കൊടുക്കുക, അതിന്റെ ഇടയിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യുക, കമന്റ് ഫോർ ലിങ്ക്സ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ആയിട്ടൊക്കെ ആഡ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ ഉള്ളൂ കേട്ടോ എഡിറ്റിംഗിൽ. എഡിറ്റിംഗിന് വേണ്ടിയിട്ട് നമുക്ക് CapCut യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സിംപ്ലി നമ്മുടെ യൂട്യൂബ് ക്രിയേറ്റിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവും. ഇനി വോയിസ് ഓവർ കൊടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അത് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് പറ്റും. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രോംപ്റ്റിന്റെ ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ആ ഒരു മോഡലിനെ കൊണ്ട് പറയിക്കേണ്ട ഡയലോഗ്സ് 2 ഡബിൾ കോട്ട്സിനുള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മോഡൽ ആ ഒരു ഡയലോഗ് പറയുന്നതായിട്ടുള്ള വീഡിയോ ജനറേറ്റ് ആയി കിട്ടും. പക്ഷെ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എനിക്ക് ഓൾറെഡി ഒരു കമന്റ് വന്നിട്ടുള്ളതായിരുന്നു. അതായത് നമ്മുടെ മലയാളം ക്ലിയർ ആയിട്ട് എങ്ങനെ ആ ഒരു മോഡലിനെ കൊണ്ട് സംസാരിപ്പിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ മലയാളം തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഡബിൾ കോട്ട്സിനുള്ളിൽ. അല്ലാതെ മംഗ്ലീഷ് ഇതിൽ നമ്മൾ ഒരിക്കലും ടൈപ്പ് ചെയ്യരുത്. അപ്പൊ നമ്മുടെ AIക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ കറക്റ്റ് മലയാളം ലാംഗ്വേജിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. AI വോയിസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഇതെല്ലാം എന്തിൽ അപ്ലോഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം, FBയിൽ അപ്ലോഡ് ചെയ്യാം, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം, പിൻട്രസ്റ്റിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാം. അതായത് നമുക്ക് മറ്റേ കമന്റ് ഫോർ ലിങ്ക് എന്നുള്ള ഒരു രീതിയിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത് വെറുതെ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ട് മാത്രമല്ല നമുക്ക് പൈസ കിട്ടുന്നുണ്ടാവുക. ഈ കമന്റ് ഫോർ ലിങ്ക് എന്ന് പറയുമ്പോൾ ആൾക്കാർ നമ്മുടെ ഈ ഒരു ലിങ്കിന് വേണ്ടിയിട്ട് കമന്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ അവർ കമന്റ് ചെയ്യുമ്പോഴാണ് അവർക്ക് നമ്മുടെ ഈ ലിങ്ക് കിട്ടുന്നതും ആ ലിങ്ക് വഴി അവർ ആ പ്രോഡക്റ്റ് വാങ്ങുമ്പോഴാണ് നമുക്ക് കമ്മീഷൻ കിട്ടുക. അപ്പൊ അതാണ് ഇതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഇതൊരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ ചാനൽ കയറി ഒന്ന് നോക്കിയാൽ മതിയാവും. ഇനി അതല്ല, വിഷ് ലിങ്ക് ത്രൂ ആണ് നമ്മൾ ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഈ വിഷ് ലിങ്കിനെ കുറിച്ച് ഫുൾ ഒരു എക്സ്പ്ലെയിൻഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻ ആയിട്ട് ഇടുന്നുണ്ടാവും. ഇനി കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം. ഒരു നല്ല തംബ്നെയിലും നല്ല ടൈറ്റിലും ഫസ്റ്റിലെ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓഡിയൻസിന്റെ അറ്റൻഷൻ ക്യാച്ച് ചെയ്യുന്ന രീതിയിലുള്ള തംബ്നെയിലും ടൈറ്റിലും ആയിരിക്കണം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, എന്നും കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുക. ഒരൊറ്റ പ്രോഡക്റ്റ് മാത്രം ഒരു ദിവസം ഇടാതിരിക്കുക. ഒരു ദിവസം ഒന്നിലധികം പ്രോഡക്ട്സിന്റെ വീഡിയോസ് ഇടുക.
പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ക്രിയേറ്റ് എന്ന് പറയുന്ന ആപ്പിൽ ലിമിറ്റ് ഉണ്ട്. നമുക്ക് അപ് ടു ഒരു ദിവസം കുറച്ച് വീഡിയോസ് മാത്രമേ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അത്രയും വീഡിയോസ് ഉണ്ടാക്കിയെടുക്കുക, അത്രയും വീഡിയോസ് തന്നെ അന്നത്തെ ദിവസം പോസ്റ്റ് ചെയ്യുക. ട്രെൻഡിങ് ആയിട്ടുള്ള മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അപ്ലൈ ചെയ്യുക. എടാ പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഓൾറെഡി ഞാൻ AI വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇത് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് പറ്റും എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്. കോപ്പിറൈറ്റ് ഉള്ള ഇമേജസും വീഡിയോസും ഒന്നും ആഡ് ചെയ്യാതിരിക്കുക. അതായത് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ, ആ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു വീഡിയോയിലൂടെ മോണിറ്റൈസേഷനോ ഒന്നും കാര്യങ്ങളൊന്നും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കോപ്പിറൈറ്റും കാര്യങ്ങളൊന്നും വരാതെ തന്നെ നോക്കുക. നിങ്ങളുടെ വീഡിയോ ചിലപ്പോൾ പാർഷ്യലി ബ്ലോക്ക്ഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ. സോ അതൊന്നും വരാതെ നോക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതിയാവും. അപ്പൊ ഓക്കെ, ബൈ.